അസ്സലാമലൈക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും എനിക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റാണ്. കുറേ ദിവസമായി ഞാൻ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ 2 മണിക്കൊക്കെ പോകേണ്ട കാര്യമായിരിക്കുമ്പോൾ ഇച്ചിരി ടെൻഷൻ ആണെന്നത്, ബാക്കി കാര്യത്തിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിട്ട് രാവിലത്തെ നല്ല വിശപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുറച്ച് സാധനങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്യാം, കാരണം കുറച്ച് നാൾ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് എടുത്തുകൊണ്ട് വരാം. സോ ഗൈസ്, ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഭയങ്കര കവർ തന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഞാൻ ഈ ഓരോന്നോരോന്നായിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ എന്തായാലും ഓരോന്നോരോന്ന് നോക്കാനുള്ളത് എന്നെ ഓർഡർ ചെയ്ത സാധനം ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കയ്യിൽ കിട്ടുമ്പോൾ വേറെ രസമല്ലേ, കാരണം ഞാൻ വെറുതെ ഞാൻ നോക്കിയിട്ടല്ലോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൽ തന്നെ ഒരു 6 eggs 6 മുട്ട മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കഫ്റ്റീരിയയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് ഫുള്ള് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോട്ടീനും കാൽഷ്യം സാധനങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം കഴിക്കണം. അപ്പോൾ ഒരു 6 മുട്ട മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് ഡേ അയ്യോ പൊടിഞ്ഞിരിക്കുന്നതൊക്കെ ഇതാണ് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞത്, പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ 12 പാക്കിൻ്റെ നൂഡിൽസ്, 12 പാക്കിൻ്റെ നൂഡിൽസാണ് കേട്ടോ. 12 എണ്ണത്തിന് 137 രൂപ സംതിങ്. അപ്പോൾ ഒരു പാക്കിൻ്റെ ഒരു 11-12 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ 12 പാക്കിന് 137 രൂപയ്ക്ക് മേടിച്ചതാണ്. കാരണം നൂഡിൽസ് ഇവിടെ എക്സ്ട്രാ വെക്കുന്നത് നല്ലതാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരെ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റേ മേടിച്ചു. പിന്നെ അടുത്തത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ എന്ത് കൊടുത്തിരുന്നു, കെലോക്സ് കൊടുക്കുന്നു. അപ്പോൾ കെലോക്സ് വെറുതെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഒരു പാൽപ്പൊടിയും കൂടി മേടിച്ചു കേട്ടോ. കാരണം പാൽപ്പൊടി ഇട്ടാണോ കെലോക്സ് ഉണ്ടാക്കാൻ നല്ലത്. പാല് മേടിച്ചാൽ കുറച്ച് ദിവസം നിൽക്കുള്ളൂ, പാൽപ്പൊടി അപ്പോൾ കുറേ ദിവസം പാൽപ്പൊടി മേടിച്ചു. പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബീബോയുടെ ലേസും ഒരു നീല ലേസും, ഈ 2 മേടിച്ചു. അത്രേ മേടിച്ചിട്ടുള്ളൂ കേട്ടോ, ബാക്കി മേടിച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല വലിയൊരു കവർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ കവർ നമുക്ക് എടുത്ത് വെക്കാം. നമ്മളെ സാധനങ്ങൾ നമുക്ക് തിന്നാൻ തോന്നുമ്പോൾ കഴിക്കാൻ വേണ്ടി വെച്ച സാധനം നമുക്ക് ഇട്ട് വെക്കാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ ദേശീയ ഭക്ഷണമാണ് ഇപ്പോൾ നൂഡിൽസ് എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമുക്ക് ഉണ്ടാക്കാൻ സുഖമാണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർന്ന് കഴിച്ച് നീറ്റ് പോകാൻ പറ്റും. അത്യാവശ്യം കുറച്ച് വിശപ്പ് അടങ്ങും ചെയ്യുമല്ലോ. പിന്നെ ഇപ്പോൾ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്, കാരണം പണ്ടൊക്കെ രസത്തിനാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ വിശക്കുമ്പോൾ നൂഡിൽസാണ്. അപ്പോൾ പിന്നെ നൂഡിൽസ് ആണല്ലോ അൺഹെൽത്തി. അപ്പോൾ അതിൽ കൂടെ ഹെൽത്തി ആയിട്ടൊരു മുട്ട പുഴുങ്ങി ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അഗാരോൻ്റെ എഗ് ബോയിലറിലാട്ടോ ഉണ്ടാക്കുന്നത്. കാരണം അഗാരോൻ്റെ എഗ് ബോയിലറിലാവുമ്പോൾ അവിടെ നൂഡിൽസ് ഉണ്ടാക്കുന്ന എത്ര സമയമാണോ അത്ര സമയം മതി ഇവിടെ അഗാരോൻ്റെ എഗ് ബോയിലറിൽ ബോയിൽ ചെയ്ത് കിട്ടാൻ കേട്ടോ. എനിക്ക് ഹാഫ് ബോയിൽഡാണ് ഇഷ്ടം, പക്ഷേ ഞാനൊക്കെ ഹാഫ് ബോയിൽഡ് അത്ര കഴിക്കാറില്ല, എന്നാലും കഴിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്നാൽ മീഡിയം ലെവലിലൊരു എഗ് ബോയിൽഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നമുക്ക് അഗാരോൻ്റെ എഗ് ബോയിലറിൽ ബോയിൽ ചെയ്ത് നമുക്ക് തൊലി പൊളിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ, കറക്റ്റ് വേവിൽ കിട്ടുന്ന കാരണം കൊണ്ട്. അങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കൂടെ ചായയും കൂടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു അത്ര വേണ്ട, കാരണം എനിക്ക് ഏകദേശം പോവാനുള്ള സമയമായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ചിട്ടാണ് ഞാൻ കഴിക്കുക. അത് ചില ആൾക്കാർക്ക് കാണുമ്പോൾ വിയേർഡ് കോംബോ ആയിട്ട് തോന്നും, ചില ആൾക്കാർക്ക് നൂഡിൽസ് മാത്രം കഴിക്കുന്നത് ഇഷ്ടമുണ്ടാവട്ടെ. പക്ഷേ എനിക്ക് അതിൽ കൂടെ ഒരു ടൊമാറ്റോ സോസ് കൂട്ടില്ലെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. പിന്നെ മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടൻ്റെ കൂടെ ഞാൻ വെളുത്തുള്ളി അച്ചാറാട്ടോ കൂട്ടുന്നത്. ആ കോമ്പിനേഷനും എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നൂഡിൽസ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നിരുന്നൊക്കെയാണ്. ആകെ ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് നൂഡിൽസ് തന്നെ രാവിലെ കഴിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് തുടങ്ങിയതിന് ശേഷം രാവിലെ നൂഡിൽസാണ് കഴിക്കാറ്. ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ അടിച്ചോനെ, ഫഹദ് ഫാസിൻ്റെയും ശിവകാർത്തികൻ്റെയും സിനിമ ഉണ്ട്. കുറേ പുറത്തുനിന്ന് നൂഡിൽസും സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് അവസാനം അസുഖം വന്നിട്ട് മരിക്കുന്നത്. അങ്ങനെയൊക്കെ എപ്പോഴാവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ നൂഡിൽസ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ചെറിയ കുട്ടി കഴിക്കുന്നത്. അപ്പോൾ നൂഡിൽസൊക്കെ കഴിച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ വിശപ്പ് ഏകദേശം അടങ്ങി. ഇനി ഏകദേശം 12-12:15 ആകുമ്പോൾ ഞാൻ മാറ്റാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എനിക്ക് ഞാനിത് ആമസോണിനല്ലേ, ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ആമസോണിൽ നിന്ന് മേടിച്ചാൽ നമ്മളെ ബയോട്ടിൻ ഗമ്മീസ് ഉണ്ടാവില്ല, അതാണ് ബയോട്ടിൻ ഗമ്മീസ്. പറയുമ്പോൾ എൻ്റെ മുടി ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് മമ്മ മുടി ചീവി തന്നപ്പം തൊട്ടപ്പത്തിന് മുടിയൊക്കെ കൂടി കൊഴിഞ്ഞിങ്ങോട്ട് ചാടി. അപ്പം മമ്മക്ക് മനസ്സിലായി ഇത് കയ്യിൽ പിടിച്ചാൽ ഇത് ഒതുങ്ങണ സാധനമല്ല, എന്തേലൊക്കെ കാര്യമായിട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായിട്ട് കുറേ ആയി, പക്ഷേ എനിക്ക് മേടിക്കാൻ മടിയായ കാരണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം മമ്മ എനിക്ക് ബയോട്ടിൻ ഗമ്മീസ് മേടിച്ചെന്നാണ് കേട്ടോ. അത് ബോഡി വൈസിൻ്റെ ബയോട്ടിൻ ഗമ്മീസാണ്. ഇത് ഞാൻ പരസ്യം ചെയ്യണതല്ല, ഞാൻ കാര്യമായിട്ട് എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇത് കഴിച്ചിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പം തന്നെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ കഴിച്ചിട്ടില്ല. ഇത് മമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. മമ്മ മേടിച്ചിട്ട് മമ്മക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടാണ് തോന്നുന്നു എനിക്ക് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ച് തന്നത്. അപ്പം എന്തായാലും
ഞാനിങ്ങനെ ഒരു ബയോട്ടിൻ ഗമ്മീസ് മേടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മമാൻ്റെ എണ്ണയാണ് ഞാൻ യൂസ് ആക്കാറ്. നമ്മൾ പുറത്തുനിന്ന് മാത്രം കൊടുത്താൽ പോരാ, ഉള്ളിൽ നിന്നും കൂടി എന്തെങ്കിലുമൊക്കെ കൊടുത്താലുള്ളൂ മുടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. കാരണം ഞാൻ വന്ന മുടിൻ്റെ എപ്പോഴത്തെ മുടിയും കാണിച്ചു തരാനും വന്ന മുടിൻ്റെ ഫോണിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണില്ല, മാറ്റമുണ്ട്. അപ്പോൾ ഇത് ഒരു 60 ഗമ്മീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അല്ല 60 അല്ല 30 എണ്ണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് 800 സംതിങ് ആണ് കേട്ടോ, 900 സംതിങ് ആണ് ഇതിൻ്റെ പൈസ വരുന്നത്. അമ്മ മേടിച്ചെന്നാണ്, ഞാൻ മേടിച്ചതല്ല. അമ്മ പറഞ്ഞു ഇത് ഞാൻ മേടിച്ചുതരാം, ഞാൻ അങ്ങനെ അമ്മ മേടിച്ചതരാന്ന് പറഞ്ഞു എന്നെ, അല്ല അപ്പോൾ ഇതൊന്നും ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുഞ്ഞു ഗമ്മീസ് ഉണ്ടാവും. അങ്ങനെ 60 എണ്ണം ഇതിൻ്റെ ഉള്ളിൽ. നല്ല മണം. ആനകൾക്ക് ഇത് പൊളിച്ചിട്ട് കാണാൻ പൂതി. അയ്യോ ഇത് പൊളിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ സാധനം ഉണ്ടാകാം. ഇതെടുത്തിട്ട് ആ സ്ട്രോബെറിൻ്റെ ജെല്ലി മുട്ടായി കഴിക്കണ പോലെ. അപ്പം ഞാനിപ്പോൾ എന്തായാലും എന്നെ തന്നെ നോക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഞാൻ ഇതുവരെ വീട്ടിൽ പോയി വന്നിട്ടൊന്നും അമ്മേനോട് ഞാൻ കറുത്തിക്കണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രാവശ്യം ഞാൻ പോയി വന്നപ്പോൾ ഞാൻ അമ്മേനെ കെട്ടിക്കണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബയോട്ടിൻ ഗമ്മീസ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബയോട്ടിനും പിന്നെ കുറേ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അത് ബോഡിക്കും കൂടി, നമ്മുടെ ബോഡി മൊത്തത്തിൽ നന്നാകുമ്പോഴാണ് മുടിയും കൂടി നന്നായി വരിക. ബോഡിക്കും മുടിക്കും കൂടി ഉള്ളതാണ്. പിന്നെ ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ട് എന്ന് രാവിലെ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റമിൻസിൻ്റെ എന്തെങ്കിലും ഗുളിക എന്തെങ്കിലും മേടിക്കണം. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം വൈറ്റമിൻസിൻ്റെ ഗുളിക മേടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ അല്ല, ഇത് തുടങ്ങിയിട്ട് കുറച്ച് കഴിയട്ടെ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് ചെയ്യണം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. നടന്നു അല്ലെങ്കിൽ നടക്കില്ല. എൻ്റെ കാര്യമല്ലേ, എൻ്റെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഗൈസ്, ഇന്ന് നമുക്ക് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോകുമ്പോൾ കാണാം. എനിക്ക് കുറച്ച് നേരം വന്ന് കിടക്കണം. ഞാൻ ഉറങ്ങിയിട്ടില്ല, 8 മണിക്ക് നീട്ടതാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം പോയി കിടക്കട്ടെ. കിടന്നിട്ട് ഉറങ്ങി നീട്ടിട്ട് കാണാം ഗൈസ്. ബൈ. സോ ഗൈസ്, ഞാൻ ഉറക്കത്തും നീട്ട് എൻ്റെ മുടി കെട്ടലും സാരി ഇട്ടലൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ മാത്രമേ ബാക്കിയുള്ളൂ. എൻ്റെ മുഖം ഇങ്ങനെ ഓയിലായിട്ടിരിക്കണം. എന്താ വെച്ചാൽ ഞാൻ സൺസ്ക്രീൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ. ഏറെക്കുറെ കുറച്ച് നേരം വൈകിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് മേക്കപ്പ് ചെയ്തിട്ട് വരാം ഗൈസ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ അമ്മ പറഞ്ഞതും വെറുതെ അല്ല കോലം കെട്ടിക്കണമെന്നുള്ളത്. കാരണം ഞാൻ കുറച്ചൊന്നും കൊണ്ട് ഈറുണ്ട് കേട്ടോ. കാരണം ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് തേച്ച് പോയി. 3 ദിവസം തേച്ച് അടുപ്പിച്ച് ഞാൻ അത് തേച്ച് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ മുഖം വല്ലാണ്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ടുണ്ട് ഈറുണ്ട് കേട്ടോ. നമ്മൾ നിറം മങ്ങണേനല്ല, പക്ഷെ കാണുമ്പോൾ എന്തോ മുഖത്ത് സൺ ടാൻ അടിക്കൂലേ, അതുപോലെ കരിഞ്ഞു പോയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതെന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് നേരാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ സോക്സും എല്ലാം മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ വേഗം റൂമിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഞാൻ പറഞ്ഞ എൻ്റെ എയർലൈൻ ഓഫീസിലെത്തി എൻ്റെ വെസ്പ കൊണ്ട്. ഇനി വർക്കിന് കയറട്ടെ ഗൈസ്. അപ്പോൾ വർക്കിന് കയറുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റാഫ് ഗേറ്റ് പറഞ്ഞ ഗേറ്റ് ഉണ്ടാവും കേട്ടോ. അതിൽ കൂടെയാണ് ഞങ്ങൾ കയറാറ്. വേറെ നമുക്ക് ഡിപ്പാർച്ചർ കൂടെ കയറാൻ പറ്റും, പക്ഷേ സ്റ്റാഫ് ഗേറ്റ് കൂടെയാണ് കൂടുതലായിട്ട് കയറാറ് കേട്ടോ. അതായത് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ. അപ്പോൾ എന്തായാലും നമ്മൾ അതിൽ കൂടെ കയറിയിട്ട് ഞാൻ വർക്കിന് കയറിയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കയറി കൂടുതൽ വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഗൈസ്. വർക്കിലാണ് ഗൈസ്. ബോറടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അധികം ആൾക്കാർ വരുന്നില്ല. സൺഡേ ഒക്കെ ആകുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ കുറവാണ്. അപ്പോൾ ബോറടിച്ച് നിൽക്കാൻ നിൽക്കണില്ല. പക്ഷെ ഒരു കാര്യം കാണിച്ചിട്ടാവേ, ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടി കിൻഡർ ജോയ് കൊടുത്തു. പക്ഷേ കുട്ടി കിൻഡർ ജോയിൻ്റെ ടോയ് കൊണ്ടുപോകാൻ പറഞ്ഞു. ആ ടോയ് ഞാൻ എടുത്തതല്ല, ഇവിടെ എടുത്തു വെച്ചാണ്. ആ കുട്ടി ചിലപ്പോൾ ഓർമ്മ വന്നിട്ട് എങ്ങനെ ചോദിച്ചാലോ, അപ്പോൾ പറയാം ഞങ്ങൾ കളഞ്ഞു എന്ന്. അപ്പോൾ ഞങ്ങൾ എടുത്തു വെച്ചാണ് കേട്ടോ. ഞാൻ എടുത്തു വെച്ചു. ഞാൻ കുട്ടി വന്നിട്ട് ചോദിച്ചതാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഡൈനോസറിനെ കൊണ്ടുപോകും. കിൻഡർ ജോയിൻ്റെ ഗിഫ്റ്റ് കണ്ടാൽ എനിക്ക് ചെറിയൊരാളൊക്കെ, അപ്പോൾ അത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പണി തൊഴിലൊന്നും ഇല്ലാതിരിക്കുകയാണ്. ആൾക്കാരൊക്കെ വരണം. ഇടക്കിടക്ക് ആൾക്കാർ വരും, ഇടയ്ക്ക് ആൾക്കാർ വരില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയ കാരണം കൊണ്ട് നമുക്ക് നൈറ്റ് വരെ പണി ഉണ്ടാവും കേട്ടോ. അങ്ങനെ നൈറ്റ് ആയപ്പോൾ പിന്നെ ഏറെക്കുറെ എല്ലാം നമ്മൾ ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ രാത്രി ഒരു 11:30 ആയപ്പോഴാണ്, 11 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങണം കേട്ടോ. അങ്ങനെ വേഗം ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് വേഗം റൂമിൽ കൂട്ടുക ഗൈസ്. സോ ഗൈസ്, ഞാൻ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞെത്തി ഗൈസ്. അയ്യോ കുഴങ്ങിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ക്ഷീണിച്ചു പോയി ഞാൻ. കാരണം ആഫ്റ്റർനൂൺ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് 2 to രാത്രി 11 മണി വരെയാണ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഒരു 11:30 ആയപ്പോൾ ഞാനിപ്പോൾ 11:45, ഇപ്പോൾ 12 മണിയാണ് സമയം. 11:45 ആയപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായി. ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് പേടി കൂടിക്കണം. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ബാക്കിൽ ആരിലൊക്കെ ഉണ്ടാവുമോ എന്നിട്ട് അവർക്ക് കണ്ണാടി നോക്കും.
പിന്നെ ആലോചിക്കും സിനിമയിൽ അങ്ങനെ അല്ലല്ലോ, കണ്ണാടി കൂടെ നോക്കിയാൽ പ്രയത്നം കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ കാട്ടുക. അപ്പോൾ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പുറത്തത്തെ ബൾബ് കുറേ ഞങ്ങൾ വന്ന മുതൽ ശ്രദ്ധിക്കണമാണ്, അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കും രാത്രി, കെടുക ഓണാവുക അങ്ങനെ എപ്പോഴും ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരുമാതിരി പേടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോൾ കുറേ പട്ടികളുണ്ടാവും. പട്ടികൾ പിന്നാലെ കിടന്ന് കുരക്കും. അപ്പോൾ അത് കാണുമ്പോൾ അതിലേറെ പേടിയാവുള്ള. ഇപ്പോൾ എനിക്ക് കാണാനിട്ടാണ്, അല്ലാതെ വേറെ കയറി ഇരിക്കുന്നുണ്ടോന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ പേടിച്ചിട്ടായാലും ഞാനിവിടെ എത്തി. ഏകദേശമല്ല, ഞാൻ വീട്ടിലെത്തി, റൂമിലെത്തി, ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഇപ്പം എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനും അളകയാണ് ഇവിടെ കിടക്കാറ്. പക്ഷേ അളകൊക്കെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചിട്ടുള്ളൂ, വീട്ടിൽ പോയിക്കട്ടെ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓട് വരുള്ളൂ. അപ്പോൾ ഞാനാണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാറ്. അപ്പുറത്തെ റൂമിൽ അനഘയും അപർണയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ എല്ലാം കഴിഞ്ഞ് ശ്രദ്ധിക്കുക, ഞാൻ കിടന്നുറങ്ങട്ടെ. പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഇപ്പോൾ കിടന്നിറങ്ങി രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ അറിയാതെ നീക്കും കേട്ടോ. കാരണം കുറച്ച് ഈ ആഫ്റ്റർനൂണിന് മുമ്പ് കുറച്ച് ദിവസം മോർണിംഗ് ആയിരുന്നു. അപ്പോൾ മോർണിംഗ് ഒരു 5 മണി 5:30 ആ സമയത്ത് നീറ്റ് ശീലമായ കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു 6:45 ആകുമ്പോൾ അറിയാതെ ഞാൻ നീക്കും. എന്നിട്ട് പെട്ടെന്ന് ഫോൺ നോക്കും, അല്ല 6:45 പോകേണ്ടി വീട്ടിൽ പോകുന്ന സമയമായി ആലോചിക്കും. പിന്നെ ആലോചിക്കും, അയ്യോ അല്ലല്ലോ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആണല്ലോ, എന്തിനാ ഞാൻ നീട്ടതെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ എനിക്ക് ബോധം വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. 12 മണിയായി. ഇനി നാളെ 6 മണി 6:45 ആകുമ്പോൾ നീക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ ഗൈസ്, നല്ല ക്ഷീണം വരുന്നുണ്ട്. ഇപ്പോൾ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ എന്തായാലും പോയി കിടന്നുറങ്ങട്ടെ. നിങ്ങളും എല്ലാവരും പോയി കിടന്നുറങ്ങും. ഞാൻ ഇതിടുന്ന സമയത്ത് ഉറങ്ങാനുള്ള ടൈം ആകുമെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ പോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.